മാളോ ചായ കുടിച്ച പാത്രം കഴുകുക? ആ ചായയോടെയൊക്കെ കഴിഞ്ഞു. എവിടുന്നപ്പൊ രാവിലെ തന്നെ വരുന്നു? ഞാനെടി അപ്സത്തിന്റെ അടുത്ത് വരികയാണേ. ഓണത്തിന് 2 മാക്സി എടുത്തായിരുന്നു. അതിൽ ഒന്നേ ഷേപ്പ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഒന്നും കൂടെ ഉണ്ടായിരുന്നു, ഷേപ്പ് ചെയ്യാൻ കൊണ്ടുപോയത്. എവിടെ മാക്സി? ഞാനെ നോക്കട്ടെടി. ആ നല്ല രസമുണ്ട്. ഇത് പോയി എടുത്തതേക്കാരല്ലേ 2 ഞാൻ പോയിട്ടൊന്നുമില്ലടി, എന്റെ ആള് കൊടുന്നതാ. എന്റെ മാക്സി ഒക്കെ പറ്റ നേരിച്ചിക്കണു എല്ലാതും. ഞാൻ പെട്ടത് നോക്കാം. പറ്റ ഇങ്ങിക്കണു. ഇച്ചു 2 എടുക്കണം പോയി. 2 മാക്സി എടുക്കാ. അപ്പൊ ഇയ്യ് പോണോ? എന്റെ കുഞ്ഞാപ്പൂനോട് പറഞ്ഞാ ഓൻ കൊടുന്നേരൂലേ? അതിനൊരു ഷർട്ട് എടുക്കാനും കൂടി അതിനറിയില്ല. ഞാൻ അതിനെടുത്ത് കൊടുക്കല്. പിന്നെ ഇച്ചു മാക്സി കൊടുത്തിട്ടുണ്ടെങ്കിലേ അത് ഇട്ട് കൊടുക്കാൻ പറ്റൂല. അത് മണ്ണും ചാണും അല്ലാത്തൊരു സൈസ് അല്ല. എനിക്ക് അറിയില്ലേ. എടീന്റെ ഒരു പണിയും കഴിഞ്ഞിട്ടില്ല. ഞാൻ പോട്ടെട്ടോ എന്നാല്. ആയിക്കോട്ടെ എന്നാ. ഞാൻ പോവാട്ടെന്നാ. മാനുട്ടിക്ക് പോവാനായ ഞാന് ചായ ഒക്കെ എടുത്ത ചീനില കുടിച്ചില്ലേ? ചായ ഞാൻ കുടിച്ചേ. പൂവിതിലേ ചോറ് വെച്ചെന്ന്. അന്റെ അടുത്ത് പൈസ വല്ലതും ഉണ്ടോ? പച്ചക്കറി വാങ്ങാനാ ഇനിയോടാ. ഞാൻ വരുമ്പോ കൊടുന്നോണ്ട് പച്ചക്കറി. ആഴ്ച 2 ദിവസമല്ലമ്മ പണിക്കോണുള്ളൂ. മറ്റേ എനിക്ക് ക്ലാസ് അല്ലേ. ഇപ്പൊ പൈസ ഒന്നും തന്നില്ല. ഇപ്പൊക്കെ എവിടുന്ന് പൈസ? പണിക്ക് പോയിട്ടാണ്ടേ. എപ്പോഴേലും ഒരു പണിക്കോ. ഇന്ന് പണിക്കാണ് പോയിക്കോണു. ഇനി ആരേലും കണ്ടുകാണ്ട് വർത്താനം പറഞ്ഞ് നിൽക്കും. ആ പണിന്റെ നേരം കച്ചോളാം. പിന്നെ അങ്ങോട്ട് വരും. മീനിനെ പൈസ കിട്ടിയാ മതിയേനു എന്നേലും. ഇപ്പാനോട് ഈ പീഡിയോ കോലുമ്പോ പോകാൻ നിക്കണതേ നിർത്താൻ പറയണം കേട്ടോ. അവിടുന്ന് ആരെങ്കിലും ഉപ്പാനെ കുതിരാക്കും. ഇപ്പൊ അതിനാണ് തുള്ളാനും നിൽക്കും. എന്റെ ചെക്കന്മാരൊക്കെ കളിയാക്കാണ്. വാപ്പ പൊട്ടൻ നിറങ്ങാണ്ട്. ഇപ്പാനോട് എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. ഞാനേതായാലും പോയി. ആ ഞമ്മക്ക് തനിക്കാലം ഇതാണ് കൊടുക്കട്ടോ. വേണ്ടേട്ടാ അന്നലത്തെ മാരിയാണ്ടാ വാണയിൽ കളിച്ചോളേ. ഇന്നലത്തെ 2 നാസ്തകൾ കുടുങ്ങിയാണ്. താമിയെ ഇന്ന് നാസ്ത വാങ്ങിട്ട് തന്നെ പോവുള്ളൂ കേട്ടോ. നിങ്ങളേ നാസ്തൊക്കെ കളിച്ചോളി. നിങ്ങൾ കാണിയൊക്കും വേണ്ട കേട്ടോ. എടാ നമ്മ കുഞ്ഞാപ്പല്ലേ എന്റെ ഓനെ വിളിക്കേ. അവൻ കുറച്ചേരം കെട്ടിട. അതിന് വിളിച്ചോണ്ടാടാ. ആ പാപം പോയിക്കോട്ടെ. ഇജ്ജ് വിളിക്കാമല്ലേ വിടല്ലേ. നമുക്കൊന്നും കൂടി ശരിയാക്കണം. ഇന്നലത്തെ മാതിരി തന്നെ വിളി കുഞ്ഞാപ്പോ ഇവിടെ വാ. വെള്ളം കുടിച്ചിട്ട് വാ. അതെയാ ഇന്നലെ തന്നെ എന്നെ ഹനീഫാജി തീത്തറിഞ്ഞു. നേരം വൈകിട്ട് ഇവിടെ നിന്ന് നേരം വൈകിയതാണ്. ഇന്ന് നേരം വെക്കൂല. ഞാൻ ഇതൊരു കളി കളിച്ചോക്കാ. ഇത് ചായക്കുള്ള കളിയാ. നേരം വൈകൂലെങ്കിൽ താമി ആൻ്റെ ഒരു മുഞ്ചലിക്കാൻ മുഞ്ച. എന്നാ വാ ഒരു മുഞ്ചിക്കാജ്. ഏതാണോ കോൺസ്? കറുപ്പ് അത് ചാടി നമ്മളെ കറുപ്പ് കുഞ്ഞാപ്പ സൂപ്പറാണല്ലോ. ഷോപ്പ് ഇടാൻ ഷോപ്പ് ചാടിയില്ല മതി. ഇജ്ജ് നീച്ച കുഞ്ഞാപ്പോ അഞ്ഞ് മതി. ഇത് ചായക്കുള്ള കളിയാ. ഞങ്ങൾ തോൽക്കും. എന്നാ ഞാൻ നീച്ച രാജേട്ടന്റെ അടുത്ത് ചായ കടി വാങ്ങി തരണം കേട്ടോ. കുഞ്ഞാപ്പോ ഞങ്ങൾ ടൂറ് പോണ്ട്. ഇജ്ജ് പോരണോ? പാലക്കാട്ടേക്കാണ്. ചെലവൊന്നും തരണ്ട. അതൊക്കെ ഞങ്ങൾ എടുത്തോളാം. പാലക്കാട്ടേക്ക് ഞാൻ ഇല്ല. ഞാൻ കഴിഞ്ഞ കൊല്ലം പോയിരുന്നു. എന്താ കുഞ്ഞാപ്പോ അവിടുന്ന് കണ്ടത് പാലക്കാട്ടിന്ന്? അവിടെ ഒന്നും കാണാനില്ല കാക്ക. ഞമ്മളെ വട്ടമാറി തോടും പാടും തന്നെ ഉള്ളു. ഞാൻ അവിടുന്ന് ഒരു വലിയ അടക്കാപ്പായ മേടിച്ചു. തിന്നു 10 ഉറുപ്പ്യ ആയിട്ടുള്ളൂ. വല്ലാത്ത കുഞ്ഞാപ്പുള്ള പാലക്കാട്ടേക്ക് അടക്കപ്പായം തിന്നാൻ പോയോ? ചായ മേടിച്ചോണ്ട് താമിയെ. രാജേട്ടാ കുഞ്ഞാപ്പോ ചായ എടുത്താണേ. കുഞ്ഞാപ്പോ ചായ കുടിച്ച് അനീഫാകെ ചീത്തറിയും. രാവിലെ പണിക്ക് പോകുന്നല്ലേ. എന്നാലും ഞാൻ ചായ കുടിച്ച് പോവുകയാണ്. താമിന്റെ ചായ കൊടുക്കണം കേട്ടോ. പിന്നെ വൈകുന്നേരം ഞാൻ കളിച്ചാൻ വരുന്ന കൂട്ടണട്ടാ. വൈകുന്നേരം വാട്ടോ. ചായയും പഴംപൊരിട്ടാ താമി പറഞ്ഞേ. താമിയെ പച്ച പാവാടത് പെരിയിൽ വാങ്ങാൻ കഷ്ടാണ്. എന്റെ അയൽവാസി തന്നെ. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ കുതിരാക്കാൻ നിൽക്കരുത്. എന്ത് പാവം. ഇപ്പൊ ചായം കളി മേടിച്ചോടത്തിലാണ് 300 ഉറുപ്പ്യ അപ്പോഴും ആനിപ്പാജിന്റെ അവിടെ കൂരിയിട്ടുണ്ട്. സ്വാമിയെ അതിലേറെ വലിയ സംഭവം കേൾക്കണം. എനിക്ക് ആ മാസ്ക് പിന്നെ ഊരിച്ചിട്ടില്ലല്ലോ. അത് ശരിയാണല്ലോ. എന്താ ഊരക്കത്ത് എപ്പോഴും അവന്റെ താടമുണ്ടല്ലേ. അതാ കൊറോണ കാലത്ത് മാസ്ക് ഇടാണ്ടേ പോലീസിന്റെ പുറത്തൊന്നാണ് കിട്ടിയാണ്. ആ പേടി ഇപ്പോഴും ഉണ്ട്. പോലീസിനെ കണ്ടാ പേടിയാണ്. എത്ര എന്റെ കുട്ടികളൊക്കെ വർത്താനോ? കെട്ടിച്ചോലൊക്കെ ഇവിടെ ഉണ്ടോ? കെട്ടിച്ചാല് 3 ആൾതിയില് പോലെ വലിയോട് എപ്പോഴും വന്നു പോകും. ഓക്കുള്ളൊരു കുറച്ചൊരു വഴിച്ച ആ കെട്ടിയ ചെക്ക ഒരു സ്വരൂപത്തിൽ പെട്ടില്ല. സംഗതി നമ്മളന്ന് കണ്ടെണ്ണ ചെയ്താണ്. തണ്ടും താടിയും ഒക്കെ ഉണ്ട് എന്ന് തരില്ല. ഒരു മര്യാദക്ക് പണിക്കൊന്നും പോകും. ഇനി പോയാൽ തന്നെ ആരെങ്കിലും പറഞ്ഞേക്കാണ്ട് ജമാസാക്കി അങ്ങനെ തിരിച്ചു വരും. അങ്ങനത്തെ ഒരു മട്ടാണ്. ഇവിടെ ഓള് വരുമ്പോ എന്തെങ്കിലുമൊക്കെ എന്റെ ചെക്കന്മാരും ഞാനൊക്കെ എന്തെങ്കിലും സാധനം കൊടുക്കും. അതാണ് കൊണ്ടുപോയി കൊടുത്താല് കുട്ടികളുള്ളതല്ലേ പൈത മക്കൾ. അപ്പൊ അത് വിചാരിച്ചിക്കാണ്ട് ഓള് പിന്നെ ഇങ്ങനെ വിളിച്ചും ഭർത്താനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്കറിയാം. അപ്പൊ എന്റെ പെണ്ണുങ്ങളും ഞാനൊക്കെ ഒന്ന് പോകും. മറ്റൊരു കുഴപ്പമില്ല. മറ്റേ പിന്നെ കുറച്ചും കൂടെ ഒക്കെ ഒരു സെറ്റപ്പിലാണ്. അന്റെ ചെറിയ പെൺകുട്ടികളല്ലേ പാതി കെട്ടിച്ച് വല്ലോടെ കുറച്ച് ബെഗിയില്ലേ? അതെന്താ കാരണം? അതെ ഓക്ക് ചെറുപ്പത്തിൽ കുറച്ച് അപസ്മാരത്തിന്റെ ശാഖ ഉണ്ടായി. ഡാക്ടർമാര് പറഞ്ഞു കുറച്ചാണ് കഴിഞ്ഞിട്ട് കല്യാണമൊക്കെ നോക്കിയാൽ മതി.
ഒരു 10-15-16 വയസ്സ് കഴിഞ്ഞ ശേഷമാണ് നമുക്ക് അതിങ്ങനെ കുറച്ച് കുറഞ്ഞു വന്നത്. അപ്പൊ പിന്നെ ഓള് പറഞ്ഞപ്പോ പറ്റ മാറിക്കോട്ടെ അങ്ങനെ 20-22 വയസ്സായിരിക്കും ഓളെ കെട്ടിച്ചില്ല. ചെക്കനും ഇതേമാതിരി എന്തെങ്കിലും സോക്കറിലാക്കാനാണോ? സോക്കറൊന്നുമില്ല, ആള് നല്ല തണ്ടും തടിയുള്ള ആളാണ്. ഓനൊരു നമ്മളൊരു മന്ദപ്പ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ മട്ടാണ്. ഒരു ദിവസം പണിക്ക് പോയാൽ പിറ്റേന്ന് പോകില്ല, എന്നാ ചിലവനെ മുഴുവൻ കൂലും കൊടുക്കില്ല, അങ്ങനൊക്കെ മട്ടാണ്. പിന്നെ ഓന് കുട്ടികളിപ്പോ 3 കുട്ടികളുണ്ട്. 2 പെൺകുട്ടികൾ, ആദ്യത്തെ പെൺകുട്ടികൾ അതേ ഏറ്റേറ്റാണ്. മറ്റേ ആൺകുട്ടിയും താഴെയാണ്. പെട്ടിച്ചാനായിക്കണോ? പെൺകുട്ടികളിപ്പോ ഇവിടെ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞു പോയിക്കുന്നു പോക്കോ. അപ്പൊ ഏറെക്കുറെ ആയി തുടങ്ങി. അതൊക്കെ ഇപ്പൊ ഞമ്മക്ക് ബാധ്യത വരും. ഞാൻ ഇന്നാള് ഇങ്ങോട്ട് വിരുന്ന് വന്നപ്പോഴേ ഒരു നോട്ടനെ കണ്ടീന്നു. വർത്താനം പറച്ചിലൊക്കെ ഒരു പെണ്ണുങ്ങൾ പറയുമ്പോൾ ഒരു പറച്ചിലിച്ച് തോണ്ടത് അങ്ങനെ തന്നെയാണല്ലേ? അത് അങ്ങനെ തന്നെയാണ്. അത് ഞാൻ കണ്ടേ ആട് കെട്ടിച്ചതാണ്. വേറെ തോന്നിയാസമൊന്നുമില്ല. അല്ല എത്ര അബ്ബാസിന്റെ വർത്താനം ഓനിപ്പോ തന്നെയാണ്. ഇപ്പൊ വേറെ കമ്പനിയിൽ ഇതുവരെ പണി. അപ്പൊ ആ കമ്പനിയിൽ മാറിയിട്ട് അതിന്റെ മുതിർന്ന കമ്പനിക്ക് നിന്നേക്കും. ഇപ്പൊ അത്യാവശ്യം ശമ്പളം കാര്യങ്ങളൊക്കെ ഉണ്ട്, പൈസ കൈകളൊക്കെ ഉണ്ട്. ഒമാൻ തന്നെയല്ലേ? അവിടെ തന്നെയാണ്. ഓൻ വിളിക്കുമ്പോഴേ മമ്മൂട്ടിയാൾക്ക് പറ്റിയ ബീസ് ഉണ്ടെങ്കിൽ ബീസ് ആക്കാൻ പറയുന്നത്. എത്തപ്പ ജി പറയേണ്ടത്? എനിക്കിപ്പോ ഇനി ബീസേ ഇനിയിപ്പോ ഗൾഫിൽ പോണ കൊറേ കാലം അവിടെ തന്നെ അല്ലേ ഇനിയില്ലേ? പോകാച്ച് പൂരൊന്നുമില്ല, വയസ്സായില്ല. ഞാൻ എന്നോടുണ്ട് ഏറ്റക്കുട്ടികളെ വർത്തണം പറഞ്ഞില്ലേ മോളെ, അറ്റങ്ങൾ ഇപ്പടെ ഒരേ മായിര കണ്ട 2 ആളും. അതിപ്പോ ഇന്നോ നാളെ നിൽക്കുക കല്യാണം. ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ അമ്മക്ക് കൊടുക്കാണ്ടെങ്കിൽ സുഖമാണ്. ഇപ്പൊ എത്ര പണ്ടും പണം കൊടുത്തു എന്തെങ്കിലുമൊക്കെ അതിന് ചെലവെങ്കിലും വരൂലേ, അതൊക്കെ ഇപ്പൊ ഞാൻ ഉണ്ടാക്കണം. ഓന്റെ അടുത്ത് ഒരു പ്രതീക്ഷ ഞാൻ നോക്കിയത് കാണും. അതിനാണ് ഇപ്പൊ ഞാൻ ഒന്ന് പോയി വരണമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മളെ കുട്ടികളത്തൊക്കെ ആവുമ്പോഴേ എന്തെങ്കിലും തിരപ്പറ്റിയ പണികളുണ്ടാവുമല്ലോ, വല്ല ആരിസിന്റെ പണിയോ അല്ലെങ്കിൽ വല്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അപ്പൊ എന്റെ 2 ആൺകുട്ടികളെ ഒന്നും കിട്ടൂലേ? ആൺകുട്ടികളൊക്കെ വേറെ പോയിക്കണം, വലിയൊരു മെച്ചൊന്നുമില്ല. അന്നാമത്തെ അങ്ങനെ തട്ടിമുട്ടി പോകും. മോളെക്കൊണ്ടൊന്നും ഇപ്പൊ കൂട്ടിയാ പോകൂല. ഏതായാലും ഞാൻ അബ്ബാസ് വിളിച്ചു വന്ന് പറഞ്ഞു നോക്കാം. എല്ലാരും ഗൾഫ് നിർത്തിക്കാണ്ട് ഇങ്ങോട്ട് പോരാണ്. അപ്പൊ ആണ് പോവാൻ നിൽക്കേണ്ടത്. റിയാസ് ഇവിടുന്ന് കത്തിച്ചല്ലേ, ഇവിടെ ക്യാമറ ഇല്ലാണ്. മോലാളി ഉണ്ടാ വലിയ പ്രശ്നമാണ്. ഈ കോമ്പൗണ്ടിൽ നിന്ന് സിഗരറ്റ് അടിക്കാൻ പാടില്ല. ഏതാ എന്റെ മുതലാളി? ഇതെന്തിനാ മുതലാളിനെ മേടിച്ചെടുക്കണു? ഈ പണിയില്ലെങ്കിൽ വേറെ എത്ര പേര് പണിണ്ടെങ്കിൽ എനിക്ക് ശമ്പളം തരുന്ന മോലാളിനെ എനിക്ക് പേടിച്ചേണ്ടി വരും. ഇജ്ജ് ഇടക്കിടക്ക് ഇങ്ങോട്ട് വരല് നിർത്തേ, നമുക്ക് അങ്ങാടിയിൽ നിന്ന് കാണാം. ഞങ്ങൾ എല്ലാവരും ടൂറും ഉണ്ട്. ഇജ്ജ് പോരണെങ്കിൽ പോരെ, ഇജ്ജ് പട്ടിണി പായരും പറയാൻ നിൽക്കണ്ട. ഇനി ഇങ്ങനത്തെ ഒരു ചാൻസ് എനിക്ക് കിട്ടൂല. റിയാസ് എനിക്ക് പോരാനൊക്കെ പൂതിണ്ട്. ഞാൻ പോന്ന എന്റെ കുടുംബം പട്ടിണിയാവും. എന്ത് പട്ടിണിയുടെ ചെങ്ങായ? എന്റെ വാപ്പൊക്കെ ചെറിയ പണിക്കൊക്കെ പോണില്ലേ? പിന്നെ എന്താ പ്രശ്നം? എന്റെ വാപ്പാന്റെ എന്ന് പറഞ്ഞ ഒരു കഥയാണ്. എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്റെ അടുത്ത് പോരെങ്കിൽ 10 പൈസന്റെ ആയിക്ക് എടുക്കാനില്ല. പൈസ ഒക്കെ നമുക്ക് ഉണ്ടാക്കാം. ഇജേ രാത്രി ഇങ്ങോട്ട് ഇറങ്ങ, ഉമ്മാനോട് പറഞ്ഞാൽ കമ്പനിയിൽ എക്സ്ട്രാ പണി ഉണ്ട്. എന്തെങ്കിലും പ്രശ്നമില്ല, പണിയൊന്നല്ലല്ലോ. എന്തെങ്കിലും അതിനെ വരി കയറ്റൂല. എനിക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മളപ്പോ സംസു ഉണ്ട്, ഫാറൂഖ് ഉണ്ട്, നമ്മൾ 4 ആളും വഴിയാണ് പോകേണ്ടത്. ഫക്കീന്ന് പറഞ്ഞില്ലേ? നായിലാണ്. ഞാൻ 100 രൂപയ്ക്ക് വാങ്ങിക്കണോ? ചാററ്റും ചെയ്താണ്ട് വെള്ളം വെച്ചിട്ടാണ്ടിട്ടോ. എന്തേലും കാട്ട, നിങ്ങളൊരു മുതൽ കൊടുന്നാ വലിയ കറച്ചിലാണ്. എൻ്റെ അത്ര ഒന്നും പൈസ ഇല്ല. ഞാൻ അതുകൊണ്ട് ഇങ്ങനെ കൊണ്ടരൽ കമ്മിയുണ്ട്. എപ്പോഴേലും പണിയല്ലേ ഉള്ളൂ. എനിക്കറിയില്ലേ, എപ്പോഴേലും അനിഭാജിൻ്റെ കൂടെ ഒരു പണി ഉണ്ടാവും. അല്ല വേറെ പണിയൊന്നും ആരും എന്നെ വിളിക്കലും ഇല്ല. നിങ്ങളല്ലെങ്കിൽ ആരാ പണിക്ക് വിളിച്ച? നിങ്ങൾ ശരിക്ക് പണി എടുക്കൂല. നിങ്ങളെ അനിപ്പാജിൻ്റെ അടുക്ക് പണിക്ക് പോയാൽ നിങ്ങൾക്ക് 300-400 ഉറുപ്പ്യ കിട്ടും. കാരണം എന്താണെന്നറിയാം, നിങ്ങൾ ശരിക്കും പണിയെടുക്കായിട്ട് എല്ലാവരും മനുഷ്യന്മാർക്കും കൂലി എത്രയെന്ന് അറിയാം? 1000-1500 ഉറുപ്പ്യാണ്. ചെത്തിപ്പടവേർക്കും തേഫേർക്കും എന്നടി 1000-1500 കൂലിയുള്ളത്. കൂലി പണിക്കാർക്ക് അല്ലെങ്കിലും 300-400 തന്നെ ഉള്ളൂ. എന്നോട് അനിഫാജി എപ്പോഴും പറയും, കൂലിപ്പണി അല്ലാത്ത വേറെ എന്തെങ്കിലും പണിക്ക് പോയാൽ എനിക്ക് ഇതിലേറെ കായിട്ടുള്ളൂ. അതാണ് അങ്ങനെ കുറച്ച് കിട്ടേണ്ടത്. എന്നാലുള്ള കായ്ക്ക് ഞാൻ ചാനൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരില്ലേ. എന്റെ ഏട്ടത്തി മാപ്പിളയും വന്നീനു. പെണ്ണിന്റെ കല്യാണേ അടുത്ത ഞായറാഴ്ച അല്ലാത്ത പിറ്റത്തെ ഞായറാഴ്ചയാണ്. നമ്മളിനി എത്താ ചെജ്ജ? എടിയുന്ന നമുക്ക് വെള്ളിയാഴ്ച വൈകുന്നേരം തന്നെ പോവാം. ശനിയാഴ്ച ഞായറാഴ്ച ഞാൻ പണിക്ക് പോണില്ല. നല്ലോണം ബിരിയാണി കഴിച്ചാലോ നമുക്ക്? ബിരിയാണി വെച്ചാൽ ഞങ്ങൾ ഉസാറാണ്. ഒരു പെണ്ണിനെ കെട്ടിച്ചല്ലേ, വല്ലതും കൊടുക്കണ്ടേ? കല്യാണത്തിന് പോകണമെങ്കിലേ ഒരു 300 രൂപ കൊടുക്കാം. അത് ഞാൻ തരണ്ടേ? എൻ്റെ അടുത്ത് ഉണ്ടാവട്ടോ. 300 ഉറുപ്പ്യേ? പുറമക്കാരൊന്നല്ലല്ലോ, 1000-2000 ഉറുപ്പ്യ കൊടുക്കണം. 1000-2000 ഒന്നും എൻ്റെ അടുത്ത് ഉണ്ടാവില്ല. നമ്മൾ സാനു പണിക്കോണില്ലേ, ഓനോട് കുറച്ച് പൈസ ചോദിച്ചാൽ എന്താ? ഓന് ശനിയാഴ്ച ഞായറാഴ്ച സ്കൂളിൽ ജാതിസൊക്കെ പണിക്കോണ്ട്. ഓൻ്റെ കാര്യമൊക്കെ പിന്നെ എത്താ കാട്ടുണ്ട്. എന്റെ കുട്ടി പണിക്കോണ്ടീനെ, ഓന് ചെലവിനും കൊണ്ടുവരലുണ്ട്. പച്ചക്കറി കൊണ്ടുവരും ഓന്. പിന്നെ
ഇന്റെ എപ്പി ആങ്ങളാരും കൊടുത്തിട്ട് നമ്മുടെ ചെലവ് കഴിഞ്ഞ് പോണത്. നിങ്ങളെത്താ കൊണ്ടല്ലേ? നിങ്ങളൊരു മീൻ കൊണ്ടുവരും. എന്നാ ഞാൻ കല്യാണത്തിന് പോയിരുന്നില്ലടി. എൻ്റെ ആ 300 റുപ്യക്ക് ഞാൻ ബിരിയാണി ആയിക്കൊണ്ട് വീഡിയോ പോയിക്കാണ്ട് 150 റുപ്യ ആവുള്ളൂ. അത് 150 ആക്കിയേക്കാരം. അങ്ങക്ക് അത് നടക്കും. ഉച്ച അങ്ങനെ പറ്റൂല പോവാതിരിക്കാന്. നിങ്ങളെ ആ 300 റുപ്യ അങ്ങോട്ട് തരുമോണ്ടി. ആയിക്കൂടി ഞാനേ കൂട്ടി കൊടുത്തോണ്ട്. ഇജ്ജ് കല്യാണത്തിന് പോയിരുന്നുണ്ടെങ്കിൽ ഞാനും പോരൻ്റെ അടി. കല്യാണ ബിരിയാണി വെച്ചിട്ട് കുറേ ആൾക്കണം. ഇനി കുറച്ച് ചായ ഉണ്ടെങ്കിൽ ഇച്ചെടുക്കട്ടാ. ഒറ്റന്നോരെ പണിയെടുക്കാതെ അവിടെ ഇവിടെ നടന്നാണ്ടേ ഒരു പണി മുഴുവനാക്കൂല ഒറ്റൊന്നും. ബറ്റങ്ങൾക്കൊക്കെ കൂലി കൊടുക്കണ ഇന്ന പറയറ്റാ. ഹലോ, ഈ ഫോട്ടോയില് കാണുന്ന ആളിവിടെ ഉണ്ടോ? ആ അത് സാറേ ഞാൻ അറിയും. അത് എന്റെ പണിക്കാരനാണ്, അൻസിഫല്ലേ? എന്നാ അവനൊന്ന് വിളിക്ക്. എന്താ സാറേ പ്രശ്നം? ഇന്നലെ ഇവൻ ഇവിടെ ജോലിക്കുണ്ടായിരുന്നോ? എത്ര നേരം ഇവിടെ കമ്പനി വർക്കിംഗ് ഉണ്ട്? സാറ് ഇന്നലെ ഇവിടെ പണിക്കുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കമ്പനിയുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ 5 മണി വരെയാണ്. അവന് മോഷ്ടിക്കണ പരിപാടിയൊക്കെ ഉണ്ടല്ലേ? സാറേ ഞങ്ങളെ കമ്പനിയിൽ വിശ്വസിക്കാൻ പറ്റിയൊരു കുട്ടിയാണ്. ആ കുട്ടി ഒരു തെറ്റും ചെയ്യൂല സാറേ. അവൻ ഇന്നലെ രാത്രി ഡബിൾ സീറ്റ് മോഷ്ടിക്കുന്നത് CCTV പതിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവനെ വിളിക്ക്. ഇന്ന് സാറേ ഞാൻ ഇപ്പൊ അവനെ വിളിക്കാം. സാർ ഇതൊക്കെ ഒരു ചീള് കേസല്ലേ? ഇത് ചീള് കേസൊന്നല്ല, ഇത് DSP നേരിട്ട് വിളിച്ചതാ. ആ 3 പ്രതികളെ നമ്മൾ കിട്ടിയിട്ടുണ്ടല്ലോ. സാറേ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇന്നോ ബാല, സാറേ വണ്ടി തീരുമാനിക്കാം. ഞാൻ എന്നെ അങ്ങാടിയിലൊക്കെ കുറേ നോക്കി. ഇവിടെ ഇരിക്ക. എടാ എന്റെ ചെക്കനെ പോലീസ് പിടിച്ചോണാലോ. പോലീസ് പിടിച്ച് എവിടുന്ന്? ഓന് പണി ഇട്ടുണ്ടോട്ടാണല്ലോ. എന്റെ പെണ്ണുങ്ങൾക്ക് വിളിച്ച് പറഞ്ഞതാണ്. ആ പോലീസുകാർ എന്റെ കുട്ടീനെ എന്തെങ്കിലും കാട്ടുമെന്നാവോ? പേടിയാകണ്ടടാ. എത്തേലും ഒന്ന് ചെല്ലാൻ പറ്റുമോ? ഞാൻ ഇതുവരായിട്ട് പോലീസ് സ്റ്റേഷനിലേക്കൊന്നും പോയിട്ടല്ല. പോലീസുകാരൊന്നും കാട്ടൊന്നുമില്ല. ഇജ്ജ് ബേജാറാണ് കുഞ്ഞാപ്പോ. പിന്നെ എന്താ കാരണം ഞാൻ പറഞ്ഞ? എന്താ കാരണം ഒന്നും പറഞ്ഞിട്ടല്ല. 2 പോലീസുകാർ വന്നിട്ടാണ്ട് എന്റെ കുട്ടീനെ വണ്ടിയിൽ വലിച്ചിട്ടാണ് കൊണ്ടുപോയിക്കണല്ലോ. ഇച്ചത് കേട്ടപ്പോ തന്നെ എന്റെ കജ്ജും കാലൊക്കെ വിറക്കുണ്ടടാ. ഇജ്ജ് നല്ലൊരു കുപ്പായിട്ട് കണ്ട് പോവാ. നമുക്ക് സ്റ്റേഷനിൽ പോയി വെക്കാം. ഈ സാധനമൊക്കെ അവിടെ കൊണ്ടുവച്ചാളാ. പോലീസ് സ്റ്റേഷനിലേക്ക് ഞാൻ പോരില്ല. പേടിയാണ്. എന്നാലേ ആ കൊറോണ കാലത്ത് അനീഫാജിന്റെ അടുക്ക് ഇറച്ചി അടിച്ചാൽ പോയപ്പോ പുറത്ത് പല വടിയിട്ടിട്ട് അടിയുണ്ട് അടിച്ചു. ഈ സാധനം ഉണ്ടായിട്ട് പിന്നെ ഞാൻ എപ്പോഴും മാസ്ക് ഇട്ടാൽ നടക്കലുള്ളൂ. ഇജ്ജ് ഒറ്റക്ക് പോയാൽ മതി. ഇജ്ജ് വരെ ഇപ്പൊ പണിക്ക് പോയിക്കണമെന്ന് പോലീസുകാരോട് പറഞ്ഞാണ്ടി. അതൊന്നും പറ്റൂല. കുട്ടീന്റെ ആൾക്കാരെ ചോദിച്ചാൽ ഞാൻ എന്താ പറയാ, പണിക്ക് പോയിക്കണെന്നാ. എന്നാൽ ഞാൻ എന്റെ പെണ്ണുങ്ങൾ പോരുമെന്ന് ചോദിച്ചു നോക്കാം. ഞാൻ വോളേറ്റിന്റെ പോയാ പോരെ? എന്റെ പെണ്ണുങ്ങളായിട്ട് ഞാൻ പോവല്ലേ? ഇജ്ജൊരു കാര്യം തന്റെ അളിയന്മാരെ അല്ലെ അമ്മോസിന് നമ്പർ അടിക്കാം. ഓലൊന്നും കൊണ്ടോണ്ട കുഞ്ഞാനെ. ഓലിച്ചേ വിസ തരാന്ന് പറഞ്ഞിക്കാണ്ട് ഇന്നെ ഫണ്ട് പറ്റിച്ചതാണ്. പിന്നെ ഞാൻ ഓലോട് വലിയ ബന്ധമൊന്നുമില്ല, അതുകൊണ്ടാണ്. അതൊന്നും പറഞ്ഞാ പറ്റൂല. ഞാൻ നമ്പർ അടിക്കാം. അളിയന്മാരുതേ ഞാൻ തരുന്നില്ല. ഓലെ വിളിക്കണ്ടട്ടോ. ഞാനേ അമ്മോസന്റെ നമ്പർ തരാം. ആരുടെ കൊണ്ടാ? 90 48 66 66 11 11 54 54. ആ നമ്പറിൽ വിളിച്ചാൽ മതി. അതല്ല, ഇതിപ്പോ അമ്മോസിന്റെ നമ്പർ അല്ലേ? ആ ഏതൊരു ഈ നമ്പറിൽ ഞാൻ അമ്മോസിനെ വിളിച്ചു. ഞാൻ മൂപ്പരെ കൂട്ടി പോയിക്കോട്ടാ. ഈ സമാധാനപ്പെടേ. സമാധാനം അല്ലെങ്കിലും ഇല്ലടാ. എൻ്റെ ആ നമ്പർ ആ കണ്ടക്ടർ നമ്പറല്ലേ. ഞാൻ എനിക്ക് ഇടക്കിടക്ക് ഇങ്ങനെ വിളിച്ചോണ്ട് ഇങ്ങനെ ഇടക്കിടക്ക് എന്നെ വിളിച്ചവരെ ശല്യപ്പെടുത്തരുത്. സ്റ്റേഷനിലേക്ക് കയറും. വിവരം കിട്ടിയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. എന്നാൽ ഞാൻ എനിക്ക് ഇടക്കിടക്ക് മിസ് കോൾ അടിച്ചോണ്ട് എന്നിട്ട് തിരിച്ചു വെച്ചാൽ മതി. പോലീസുകാരില്ലാത്ത നേരത്തിട്ടോ. ഞാൻ ഫോട്ടോ ഞാൻ അപ്പൊ നമ്മളെ പറഞ്ഞ മാതിരി ചെയ്യാം. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങള് പറഞ്ഞ മാതിരി എന്താ വെച്ചാൽ. എന്നായിക്കോട്ടെ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം മർഹബ.
എന്നാ അങ്ങോട്ട് ഇരിക്കുന്നാല്. ഇരിക്കല്ല ആചാര്യ, ഞങ്ങൾ സംഗതി പറയാൻ വേണ്ടി പോകുന്നതാണ്. എന്താ ഇപ്പത് സംഗതി? നിങ്ങളെ ഡബ്ബർ സീറ്റ് കട്ടുണ്ടായി പറഞ്ഞ സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിരുന്നില്ലേ? ഞാൻ കൊടുത്തിരുന്നു. എന്റെ പെങ്ങളെ മോൻ DSP വിളിച്ചിരുന്നു, ആളെ കിട്ടിക്കുന്നു പറഞ്ഞാണ്ട് നല്ലോണം കൈകാര്യം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഞാന്. ആചാര്യ, അതിൽപ്പെട്ട ഒരു കുട്ടിയെ മൂപ്പരെ മോളെ കുട്ടിയാണ്. ഓളെ ഇന്നൊന്നും ഒഴിവാക്കി തരുങ്ങള്? ഒരാളെ ഒഴിവാക്കൂല. 1.5 കൊല്ലായിട്ട് സീറ്റ് ഇങ്ങനെ കളവ് പോകണു. ഇപ്പൊ CCTV ക്യാമറ വെച്ചപ്പോഴാണ് ആളെ പുറത്തം കിട്ടിയത്. അതിനുള്ള പണി വാർത്തോളാം. അങ്ങനെ നിങ്ങൾ പറയരുത്. ഇന്റെ മോളെ കുട്ടിയാണേ. ഓരതിനകത്തരം പ്രായം പക്വതൊന്നും എത്തിയിട്ടില്ല. ഓൻ ചങ്ങായിമാർ ഓനെ കൂട്ടി കൊണ്ടുപോയതാണ്. ആരാന്റെ മോല് കക്കാന കൂട്ടുകാരൊക്കെ പാടെ വിളിച്ചോണ്ടോല്. ഓല് പൈസക്ക് വേണ്ടി ചെയ്ത പണിയാണ്. ഓന്റെ LKG പഠിച്ചിട്ട് വീരല്ലാതെ. ആദ്യമായിട്ടാണ് ഒരു കെണിയിലേ പെടേണ്ടത്. നിങ്ങളത് നല്ല മനസ്സ് വെച്ചുകൊണ്ട് ഒഴിവാക്കി തരണം. എന്റെ കച്ചക്കാരനും കുറിച്ചണ്ട, ഒന്നും നടക്കൂല. ആചാര്യ, നിങ്ങൾ പറ്റ വന്നാണി കാക്കമോട് ഇരിക്കട്ട. നിങ്ങളങ്ങനെ പറഞ്ഞേ കഷ്ടാണ്. ആ പെരിയില് വളരെ മോശപ്പെട്ടൊരു കുടുംബമാണ്. ആ തന്തയാണ് ആ ചെക്കൻ്റെ ബാപ്പേ. ഒന്നിനും മണ്ണുമല്ല ചാണും ഇല്ലാത്ത ദിവസം അതൊക്കെ കേസാക്കിയതാണ്. ഏത് മണ്ണും ചാണും അല്ലാത്തവനായാൽ പോലും ഇന്റെ അഭിമാന പ്രശ്നം കൂടിയാണ് അത്. ആചാര്യ, അത് കേസാക്കിയിട്ടില്ല എന്നാ CI എന്നോട് പറഞ്ഞത്. നിങ്ങളൊരു വിട്ടുവീഴ്ച ചെയ്യും. ഒരു പാവപ്പെട്ട കുടുംബത്തിന്റെ കേസല്ലത്. ഏത് പാവപ്പെട്ടവനായാലും ഇച്ച് കണക്കാ. ഇന്റെ മുതല് നഷ്ടപ്പെട്ടിന് ഇജ്ജ് കായിട്ട് വരുമോ? പൈസന്റെ കാര്യം നമുക്ക് എന്തേലും ചെയ്യാം. നിങ്ങൾ ആ കേസ് ഒന്നുകൊണ്ട് ഒഴിവാക്കി കൊടുക്കും. ഒരു ചെറുപ്പക്കാരന്റെ ഭാവിയല്ലേ. നജ്ജ അയാളും കൂട്ടി സ്റ്റേഷൻ കടിച്ചല്ലേ. ഞാൻ എന്റെ പെങ്ങളെ മോനോടാണ് വിളിച്ചു പറയാം. പൊന്നാര മക്കളെ, നമ്മൾ വീഡിയോയിൽ കണ്ട കുഞ്ഞാപ്പുണ്ടല്ലോ, അതേമാതിരി നമ്മളെ സമൂഹത്തിൽ കുറേ ആളുകളുണ്ട്. ഓലെ കാണുമ്പോൾ നമ്മൾ ഈ പീഡിയ കോലിയുമൊക്കെ നിന്നുകൊണ്ട് കളിയാക്കുക, ഓലെ കൊട്ടിയും കോഴി പറപ്പിച്ചെന്നൊക്കെ പറയും. അങ്ങനെ ഒരു ശല്യപ്പെടുത്തുക, അങ്ങനെ ആരും ചെയ്യരുത് കേട്ടോ. നമ്മളെ പേരിൽ നമ്മളെ മക്കൾക്കോ നമ്മളെ ബാക്കിയുള്ളവർക്ക് അങ്ങനത്തെ ഒരു അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ ഓലെ കളിയാക്കുമോ? അതേമാതിരി കാണിങ്ങൾ ഓലെ നല്ല സന്തോഷത്തോടു കൂടി ഈ സമൂഹത്തിൽ പിടിച്ചു ചേർത്ത് നിൽക്കി. അതാണ് ഈ വീരങ്കാക്കനോട് പറയാനുള്ളത്.